iPlus ട്രെയിനിങ് സൊല്യൂഷന് പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. മെഡിക്കലി ഇമ്പോർട്ടന്റ് ബാക്ടീരിയയുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ബാക്ടീരിയ സ്റ്റഫൈലോകോക്കസിനെ കുറിച്ചിട്ടാണ്. സ്റ്റഫൈലോകോക്കസ് ആ ടീമിൽ തന്നെയുണ്ട്. ഇതെന്താണ്? ഒരു കോക്കയാണ് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. നമുക്ക് ആ ഒരു ടീമിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. സോ സ്റ്റഫൈലോകോക്കസിന്റെ ഫിഗർ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുമായിട്ടാണ് ഒരു റിസംബിൾസ് വരുന്നത്? അതെ, ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. അതായത് മുന്തിരിക്കൊലകൾ പോലെയാണ് ഇതിന്റെ ഫിഗേഴ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ സ്റ്റഫൈലോകോക്കെ എന്ന് പറയുന്നത് ഇത് എന്താണ്? ഒരു റിജിഡ് തിക് സെൽ വോൾഡ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് സ്റ്റഫൈലോകോക്കെ എന്ന് പറയുന്നത്. അതേപോലെ ഇത് ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. എങ്ങനെയുള്ള ബാക്ടീരിയ ആണ്? ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. ക്ലസ്റ്റേഴ്സ് ഒരു കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ അതിന്റെ ഫിഗറിൽ ഓൾറെഡി കണ്ടു. റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ ഒക്കേഴ്സ് ആസ് എ ക്ലസ്റ്റർ ആയിട്ട് ഇങ്ങനെ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് നമ്മുടെ സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രാം പോസിറ്റീവ് കോക്കെ ഒക്കേഴ്സ് ഇൻ ക്ലസ്റ്റർ. Staphylococcus is the most important human pathogen, commonly causing localized suppurative lesions in human as well as disseminated infections. സോ സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്ന ജീനസിൽ തന്നെ പല ബാക്ടീരിയാസ് ഉണ്ട്. സ്റ്റഫൈലോകോക്കസിൽ തന്നെ പല ബാക്ടീരിയാസ് ഉണ്ട്. അതിൽ മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ബാക്ടീരിയ ആണ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഇത് മെയിൻലി ഹ്യൂമൻ പതോജൻ ആണ്. അതായത് ഇത് ലോക്കലൈസ്ഡ് സുപ്രേറ്റീവ് ലീഷൻസ് കോസ് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിലൊക്കെ കാണപ്പെടുന്ന ഒരു കമൻസാലായിട്ടാണ് നമ്മൾ സ്റ്റഫൈലോകോക്കെ പറയപ്പെടുന്നത്. ബട്ട് നമ്മുടെ സ്കിന്നില് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു വൂണ്ട് വന്നെന്ന് വെച്ചോ, അങ്ങനെ വൂണ്ട്സ് വരികയാണെങ്കിൽ ഈ ബാക്ടീരിയ പെട്ടെന്ന് തന്നെ ആ വൂണ്ടിൽ കൂടി കയറിയിട്ട് അവിടെ ലോക്കലൈസ്ഡ് ആയിട്ട് പസ് ഫോമിങ് ലീഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ലോക്കലൈസ്ഡ് മീൻസ് സ്പ്രെഡ് ചെയ്യാണ്ട് ഏത് സൈറ്റിലാണോ അത് എൻറ്റർ ചെയ്ത് ആ സൈറ്റിൽ തന്നെ അത് എക്സിസ്റ്റ് ചെയ്തിട്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പസ് ഫോമിങ്, സുപ്രേറ്റീവ് മീൻസ് പസ് ഫോമിങ് ആയിട്ടുള്ള ലീഷൻസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. It has ability to develop resistance to penicillin and other antibiotic, make infection caused by Staphylococcus aureus difficult to treat. അപ്പം ഇത് പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്കിനോട് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് റെസിസ്റ്റന്റ് പാറ്റേൺ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് മൂലം വരുന്ന ഡിസീസസ് ക്യൂർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഇതാണ്. അതർ ക്ലിനിക്കലി ഇമ്പോർട്ടൻറ്റ് സ്പീഷീസിനെ നമ്മൾ കോൺസ് എന്ന നെയിമിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്നത് കൊയാഗുലേസ് പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ബാക്കിയൊക്കെ കൊയാഗുലേസ് നെഗറ്റീവ് ആണ്. അപ്പൊ കൊയാഗുലേസ് നെഗറ്റീവ് സ്റ്റഫൈലോകോക്കെ അതാണ് കോൺസിന്റെ ഫുൾ ഫോം എന്ന്. അപ്പം മറ്റ് ക്ലിനിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ബാക്ടീരിയ ആണ് സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്, സ്റ്റഫൈലോകോക്കസ് ഹീമോലിറ്റിക്കസ്, സ്റ്റഫൈലോകോക്കസ് ഹോമിനിസ്. സോ മെഡിക്കൽ ടേംസ് വരുമ്പം മൈക്രോബയോളജി ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർക്ക് കുറച്ച് ടഫ് തോന്നും. അപ്പം കോൺസ് എന്ന് പറയുന്നത് എന്താണ്? കൊയാഗുലേസ് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റഫൈലോകോക്കസിനെയാണ് നമ്മൾ കോൺസ് എന്ന് പറയുന്നത്. അത് ക്ലിനിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്, സ്റ്റഫൈലോകോക്കസ് ഹീമോലിറ്റിക്കസ് ആൻഡ് സ്റ്റഫൈലോകോക്കസ് ഹോമിനിസ് എന്ന് പറയുന്ന 3 ഓർഗാനിസംസ് ആണ് മെയിൻലി നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ എപ്പിഡെർമിഡിസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കമൻസാൽ ആയിട്ടായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. ബട്ട് ഇതിപ്പം മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇതും പതോജനിക് ആയിട്ടാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. They are found as commensal on skin, but they can cause healthcare associated infections in immunocompromised host. Compromised host means immune system weak ആയിട്ടുള്ളവരിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഈ കോൺസ് ഗ്രൂപ്പിൽ വരുന്ന ബാക്ടീരിയാസ് കോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനെ പതോജനിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ സാപ്രോഫൈറ്റിക്കസ് മെയിൻ ആയിട്ടും, അതായത് സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ് മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ്. അതായത് യങ് വുമൻസിന്റെ ഒക്കെ കേസസിലേക്ക് വരുമ്പോൾ ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നുണ്ട്. അതർ ഹ്യൂമൻ പതോജൻ അതായത് സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ് ഈ സിമിലർ ടു സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്. അപ്പം സ്റ്റഫൈലോകോക്കസിൽ തന്നെ പല സ്പീഷീസ് ഉണ്ട്. ജീനസിൽ തന്നെ പല സ്പീഷീസ് ഉണ്ട്. അതിൽ സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ് എന്ന് പറയുന്നത് എപ്പിഡെർമിഡിസുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ സാപ്രോഫൈറ്റിക്കസ് ഈസ് റെസിസ്റ്റന്റ് ടു നോവോബയോസിൻ, വെർ എപ്പിഡെമിസ് ഈസ് നോട്ട് റെസിസ്റ്റന്റ് ടു
നോവോബയോസിൻ. അതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. നോവോബയോസിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്സ് എടുക്കുകയാണെങ്കിൽ സാപ്രോഫൈറ്റിക്സ് നോവോബയോസിനോട് റെസിസ്റ്റന്റ് ആണ്, വേറാസ് എപ്പിഡെർമിഡിസ് എന്ന് പറയുന്നത് സസെപ്റ്റബിൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഐഡിയ എന്ന രീതിയിൽ ക്ലാസിഫിക്കേഷൻസ് ഞാൻ പറയാം. ഞാൻ സ്ലൈഡിലെ ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സ്റ്റഫൈലോകോക്കസ് ഓറിയസിനെ നമുക്ക് പല കാറ്റഗറി ബേസിസിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് പിഗ്മെന്റ് പ്രൊഡക്ഷന്റെ ബേസിസ് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്താണ് പിഗ്മെന്റ് പ്രൊഡക്ഷന്റെ ബേസിസ് നമ്മൾ സ്റ്റഫൈലോകോക്കസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു എഴുതാം, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോൾഡൻ യെല്ലോ കളർ, GY ഞാൻ കൊടുക്കുന്നുള്ളൂ, ഗോൾഡൻ യെല്ലോ കളർ കോളനി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ദെൻ സ്റ്റഫൈലോകോക്കസ് ആൽബസ് ഉണ്ട്. സ്റ്റഫൈലോകോക്കസ് ആൽബസ് എന്ന് പറയുന്നത് വൈറ്റ് കളർ കോളനീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് വൈറ്റ് കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ദെൻ സ്റ്റഫൈലോകോക്കസ് സിട്രസ് ഉണ്ട്. എന്താണ് സ്റ്റഫൈലോകോക്കസ് സിട്രസ്. സ്റ്റഫൈലോകോക്കസ് സിട്രസ് എന്ന് പറയുന്നത് ലെമൺ യെല്ലോ, സിട്രസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ലെമൺ യെല്ലോ കളർ കോളനീസ് ഫോം ചെയ്യുന്നതാണ്. അപ്പം കളർ ഓഫ് പിഗ്മെന്റ് അല്ലെങ്കിൽ പിഗ്മെന്റ് പ്രൊഡക്ഷന്റെ ബേസിസിൽ സ്റ്റഫൈലോകോക്കസിന് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗോൾഡൻ യെല്ലോ കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, വൈറ്റ് കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റഫൈലോകോക്കസ് ആൽബസ്, ദെൻ ലെമൺ യെല്ലോ കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിട്രസ്. ദെൻ പതോജെനിസിറ്റിയുടെ ബേസിസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പതോജനിക് എന്നും നോൺ പതോജനിക്കും. പതോജനിക് സ്ട്രെയിൻസിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. നോൺ പതോജനിക്കിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് എപ്പിഡെർമിഡിസ്, സാപ്രോഫൈറ്റിക്കസ്, ഹോമിനിസ്, ആൽബസ്, സിട്രസ് ഒക്കെയാണ്. ബട്ട് ഇപ്പം എന്താണ് എപ്പിഡെർമിഡിസ് പതോജനിക് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി കൊയാഗുലേസ് പ്രൊഡക്ഷന്റെ ബേസിസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൊയാഗുലേസ് പോസിറ്റീവിന് എക്സാമ്പിൾ ആണ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, കൊയാഗുലേസ് നെഗറ്റീവിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ്. ഇനി സ്റ്റഫൈലോകോക്കസിന്റെ ഹിസ്റ്ററി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റഫൈലോകോക്കസിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത് 1871 പസ്സിൽ നിന്നാണ്. അതായത് ഹ്യൂമൻ പസ്സിൽ നിന്ന് വോൺ റെക്ലിഹോസൻ എന്ന് പറയുന്ന ആളാണ് ഇതിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്റ്റഫൈലോകോക്കസിനെ ആദ്യമായിട്ട് ലിക്വിഡ് മീഡിയയിൽ കൾച്ചർ ചെയ്തിട്ടുള്ളത് ലൂയിസ് പാസ്ചർ ആണ്. ദെൻ സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്ന നെയിം ചെയ്തിട്ടുള്ളത് 1880 സർ അലക്സാണ്ടർ ഓക്സ്റ്റൺ ആണ്. ദെൻ റോസൻബർഗ് 1884 ഗോൾഡൻ യെല്ലോ കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റഫൈലോകോക്കസ് ഓറിയസും വൈറ്റ് കോളനീസ് ആണെങ്കിൽ അത് സ്റ്റഫൈലോകോക്കസ് ആൽബസ് ആണെന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തു. ദെൻ 1885 പാസറ്റ് ആണ് സ്റ്റഫൈലോകോക്കസ് സിട്രസ് ലെമൺ യെല്ലോ കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഇത് ജസ്റ്റ് അതിന്റെ ഒരു ഹിസ്റ്ററി ആണ്. അപ്പൊ ആദ്യം ഇതിനെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ പസ്സില് 1871 വോൺ റെക്ലിഹോസൻ ആണ്. അതിനുശേഷം 1880 ലൂയിസ് പാസ്ചർ ആണ് ഇതിനെ ഫസ്റ്റ് ടൈം ലിക്വിഡ് മീഡിയയിൽ കൾച്ചർ ചെയ്തിട്ടുള്ളത്. ദെൻ 1818 തന്നെ സർ അലക്സാണ്ടർ ഓക്സ്റ്റൺ സ്റ്റഫൈലോകോക്കസ് എന്ന നെയിം ഇട്ടു. 1884 റോസൻബർഗ് രണ്ട് ടൈപ്പ് പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻസിനെ ഐഡന്റിഫൈ ചെയ്തു, സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഗോൾഡൻ യെല്ലോ കോളനീസും ആൻഡ് ആൽബസ് വൈറ്റ് കോളനീസും. ദെൻ 1885 പാസറ്റ് വൺ മോർ ഓർഗാനിസംസിനെ കൂടി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, സ്റ്റഫൈലോകോക്കസ് സിട്രസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ലെമൺ യെല്ലോ കളർ കോളനീസ്. സോ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, സ്റ്റഫൈലോകോക്കി എന്ന് പറയുന്നത് ദേ ആർ ദ സ്പെറിക്കൽ കോക്കൈ. സ്പെറിക്കൽ കോക്കൈ എന്ന ടേം നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, ദേ ആർ കോക്കൈ എന്ന് പറഞ്ഞാൽ മതി. കാരണം കോക്കൈ എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ തന്നെയാണ് മീനിങ് വരുന്നത്. സോ സ്റ്റഫൈലോകോക്കി ആർ സ്പെറിക്കൽ ഷേപ്ഡ് ആൻഡ് ഇതിന്റെ സൈസ് വരുന്നത് 1 മൈക്രോമീറ്റർ ഡയമീറ്റർ ആണ് വരുന്നത്. ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ്. അപ്പം ഇത് ഗ്രേപ്പ് ലൈക്ക് മുന്തിരിക്കൊലകൾ പോലെയാണ് ഇതിന്റെ അപ്പിയറൻസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ വരാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഇതിന്റെ കേസിൽ സെൽ ഡിവിഷൻ നടക്കുന്നത് 3 പ്ലെയിൻസിലായിട്ടായിരിക്കും. അപ്പം ക്ലസ്റ്റർ ഫോർമേഷൻ ഈസ് ഡ്യൂ ടു സെൽ ഡിവിഷൻ ഒക്കറിംഗ് ഇൻ 3 പ്ലെയിൻസ് വിത്ത് ഡോട്ടർ സെൽ ടെൻഡിങ് ടു റിമൈൻ ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി. അപ്പം സെൽ ഡിവിഷൻ നടക്കുന്ന 3 പ്ലെയിൻസിലായിട്ടായിരിക്കും. അങ്ങനെ സെൽ ഡിവിഷൻ കഴിഞ്ഞിട്ട് ഫോം ചെയ്യുന്ന ഡോട്ടർ സെൽസ് മദർ സെല്ലുമായിട്ട് അതിന്റെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ തന്നെ കാണപ്പെടുമ്പോൾ നമുക്ക് ആ ഒരു അപ്പിയറൻസ് ഒരു ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റർ ആയിട്ട് തോന്നുന്നു.
ദെൻ ഇതിന്റെ ഹാബിറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് സ്റ്റഫൈലോകോക്കസ് നോർമലി കാണപ്പെടുന്നത് നമ്മുടെ നോസ്ട്രിൽസിൽ അതേപോലെ തന്നെ സ്കിന്നിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇറ്റ്സ് എ ഗ്രാം പോസിറ്റീവ് കോക്കെ. 0.5 to 1.5 മൈക്രോമീറ്റർ ആണ് ഡയമീറ്റർ വരുന്നത്. ഇത് ഗ്രൂപ്പ് അല്ലെങ്കിൽ സിംഗിൾ ഓർ പെയേഴ്സിലൊക്കെ ആയിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്. ഇറഗുലർ ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ബിക്കോസ് സെൽ ഡിവിഷൻ ഈസ് ഇൻ 3 പ്ലെയിൻ and they are non-motile, non-spore forming and few strains are capsulated. Non-motile ആണ്, motility കാണിക്കുന്നില്ല, സ്പോർ ഫോം ചെയ്യുന്നില്ല, എന്നാൽ ചില സ്ട്രെയിൻസ് ക്യാപ്സുലേറ്റഡ് ആണ്. ഇതിന്റെ കൾച്ചേഴ്സ് നോക്കുകയാണ്, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ദേ ആർ എയ്റോബ് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് അനറോബ്. ഇത് എങ്ങനെയുള്ള ബാക്ടീരിയ ആണ്? എയ്റോബ് ആണ്, ഫാക്കൽറ്റേറ്റീവ് അനറോബ് ആണ്. ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ ഗ്രോത്ത് എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസും ഒപ്റ്റിമം pH ഫോർ ഗ്രോത്ത് എന്ന് പറയുന്നത് 7.5 ന്യൂട്രിയന്റ് അഗറിൽ ഇത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? യെല്ലോ, ഗോൾഡൻ യെല്ലോ കോളനീസ് ആൻഡ് ഒപ്പർ കോളനീസ് വിത്ത് സ്മൂത്ത്. ഗോൾഡൻ യെല്ലോ ആൻഡ് ഒപ്പർ കോളനീസ് ആണ് വരുന്നത്. അതായത് ന്യൂട്രിയന്റ് അഗറിൽ നമ്മൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസിനെ ജസ്റ്റ് ഒന്ന് സ്ട്രീക്ക് ചെയ്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കോളനി കളർ വരുന്നത് ഗോൾഡൻ യെല്ലോ ആൻഡ് ഒപ്പർ കോളനീസ് ആയിരിക്കും. ഒരു സ്മൂത്ത് ഗ്ലിസണിങ് ടെക്സ്ചർ അതിനെ കാണും. 1 to 2 millimeter ആയിരിക്കും ഡയമീറ്റർ വരുന്നത്. സോ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് എയ്റോബ് അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് അനറോബ്, അതായത് എയറിന്റെ പ്രസൻസിലും എയറിന്റെ ആബ്സെൻസിലും ഗ്രോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഒപ്റ്റിമം ടെമ്പറേച്ചർ ഈസ് 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഒപ്റ്റിമം pH ഫോർ ഗ്രോത്ത് എന്ന് പറയുന്നത് 7.5 പറയുന്നത്. ന്യൂട്രിയന്റ് അഗറിൽ ഇത് ഗോൾഡൻ യെല്ലോ കളർ അല്ലെങ്കിൽ ഒപ്പേ കോളനീസ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി ബ്ലഡ് അഗറിലേക്ക് വരുമ്പോഴത്തേന് ഗോൾഡൻ യെല്ലോ കോളനി സറൗണ്ടഡ് ബൈ എ ക്ലിയർ സോൺ ഓഫ് ഹീമോലൈസിസ്. അതായത് ബീറ്റ ഹീമോലൈസിസ് ആണ് ബ്ലഡ് അഗറിൽ കാണിക്കുന്നത്. ബീറ്റ ഹീമോലൈസിസ് വെച്ചറിയാലോ, കംപ്ലീറ്റ് ലൈസിസ് ഓഫ് RBC ആണ് വരുന്നത്. അതായത് ഷീപ്പ് അല്ലെങ്കിൽ റാബിറ്റ് ബ്ലഡ് എടുത്തിട്ട് അതിൽ നമ്മൾ 20% കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിന്റെ പ്രസൻസിൽ നമ്മൾ ഈ ഒരു ബാക്ടീരിയ സ്ട്രീക്ക് ചെയ്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ലൈസിസ് ഓഫ് RBC അല്ലെങ്കിൽ ബീറ്റ ഹീമോലൈസിസ് കാണാൻ സാധിക്കും. മക്കോൺകി അഗറിലേക്ക് വരുമ്പോഴത്തേന് സ്മോളർ കോളനീസ് ദാൻ ദോസ് ഓഫ് ന്യൂട്രിയന്റ് അഗർ. ന്യൂട്രിയന്റ് അഗറിലെ കോളനീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയ കോളനീസ് ആയിരിക്കും മക്കോൺകി അഗറിൽ ഫോം ചെയ്യുന്നത്. 0.1 to 0.5 മൈക്രോമീറ്ററും ആൻഡ് ആർ പിങ്ക് കളർ ഡ്യൂ ടു ലാക്ടോസ് ഫെർമെന്റേഷൻ. അതുപോലെ തന്നെ ഇതെന്താണ്, പിങ്ക് കളറിലായിരിക്കും കാണപ്പെടുന്നത്. കാരണം മക്കോൺകി മീഡിയയിൽ നമ്മുടെ ഈ പെർട്ടിക്കുലർ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ അവിടെയുള്ള ഷുഗർ ആയിട്ടുള്ള ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്തിട്ട് ലാക്ടിക് ആസിഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് മീഡിയയുടെ കളർ പിങ്ക് കളറിലേക്ക് മാറുന്നുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ സ്ലൈഡ് എ എന്ന് ഞാൻ ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ന്യൂട്രിയന്റ് അഗറിലുള്ള സ്റ്റഫൈലോകോക്കസിന്റെ അപ്പിയറൻസ് ആണ്. ഗോൾഡൻ യെല്ലോ കളർ കോളനീസ് ആയിരിക്കും. ഇനി സെക്കൻഡ് വരുന്നത് ബ്ലഡ് അഗറിലാണ്. ബ്ലഡ് അഗറിൽ ഗോൾഡൻ യെല്ലോ കോളനീസിന് ചുറ്റുമായിട്ട് നമുക്ക് എന്താണ്, ഒരു ക്ലിയർ സോൺ ഓഫ് ഹീമോലൈസിസ് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഈ തേർഡ് ഫിഗറിൽ നമ്മളിപ്പോ മാനിറ്റോൾ സോൾട്ട് അഗറിലുള്ള ഇതിന്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റഫൈലോകോക്കസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സെലക്റ്റീവ് മീഡിയ എന്നറിയപ്പെടുന്നത് മാനിറ്റോൾ സോൾട്ട് അഗറും അതുപോലെ തന്നെ ലുട്ലാംസ് മീഡിയം ഒക്കെയാണ് അതിന്റെ സെലക്റ്റീവ് മീഡിയം ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ മാനിറ്റോൾ സോൾട്ട് അഗർ ആൻഡ് ലുട്ലാംസ് മീഡിയം ആണ് നമുക്ക് എന്ത് ചെയ്തിന്റെ സെലക്റ്റീവ് മീഡിയം. സെലക്റ്റീവ് മീഡിയം എന്താ നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആക്കി വരും. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ നിന്ന് ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ നമുക്ക് ഐസൊലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സെലക്റ്റീവ് മീഡിയത്തിൽ കൊടുത്താൽ സെലക്റ്റീവ് മീഡിയം ആ ഒറ്റൊരു സ്ട്രെയിന്റെ ഗ്രോത്തിനെ മാത്രം ഫേവർ ചെയ്യും. ബാക്കിയുള്ള ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ അതെന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുമില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മീഡിയം ആണ് നമുക്ക് സെലക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ മാനിറ്റോൾ സോൾട്ട് അഗർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, സ്റ്റഫൈലോകോക്കസ് ഓറിയസിന്റെ കേസിൽ അതിന്റെ സെലക്റ്റീവ് മീഡിയം ആണ്. സോ സ്റ്റാഫ് ഓറിയസ് അവിടുത്തെ ഷുഗർ ആയിട്ടുള്ള മാനിറ്റോളിനെ ഫെർമെന്റ് ചെയ്തിട്ട് യെല്ലോ കളർ കോളനീസ് ഫോം ചെയ്യുന്നുണ്ട്. സ്റ്റാഫ് ഓറിയസ് ഫെർമെന്റ് മാനിറ്റോൾ ആൻഡ് അപ്പിയേഴ്സ് ആസ് യെല്ലോ കോളനീസ്. ഇനി MSA ഈസ് യൂസ്ഫുൾ ഫോർ, അതായത് മാനിറ്റോൾ സോൾട്ട് അഗറിന്റെ ഷോർട്ട് ഫോം ആണ് MSA. MSA is a useful selective medium for recovering Staphylococcus aureus from a fecal specimen when investigating food poisoning. അപ്പം ഫുഡ് പോയിസണിങ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന കേസസിൽ നമ്മൾ എടുക്കുന്ന സ്പെസിമെൻ എന്ന് പറയുന്നത് ഫീക്കൽ സ്പെസിമെൻ ആണ്. സോ നമുക്കറിയാം ഫീക്കസ് എന്ന് പറയുമ്പോൾ അതിൽ പല ബാക്ടീരിയാസ് ഉണ്ട്. ഇപ്പം ഈക്കോളെ പോലത്തെ ബാക്ടീരിയ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻട്രിക് ബാക്ടീരിയാസ് ഉൾപ്പെടെ പല ബാക്ടീരിയാസ് നമ്മുടെ ഫീക്കസിൽ പ്രസന്റ് ആണ്. സോ ഫുഡ് പോയിസൺ വന്നിട്ടുള്ള ഇതില് സ്റ്റഫൈലോകോക്കസ് മൂലമാണോ ഈ ഒരു ഫുഡ് പോയിസണിങ് വന്നിട്ടുള്ളത് എന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്പെസിമെൻ എടുത്തിട്ട് MSA മീഡിയത്തിൽ കൊടുക്കുക. സോ MSA മീഡിയത്തിൽ കൊടുക്കുമ്പോൾ ആ സ്ട്രീക്ക് ചെയ്തതിൽ
നമ്മുടെ മീഡിയത്തിന്റെ കളർ ഒരു പെയിൽ കളറായിരുന്നു, അവിടെ നിന്നൊരു പിങ്ക് കളറിലേക്ക് വരികയാണെങ്കിൽ അത് സ്റ്റഫൈലോകോക്കസ് നമ്മുടെ മീഡിയത്തിന്റെ കളർ ഒരു പിങ്ക് കളറായിരുന്നു. ആ മീഡിയത്തിൽ നിന്ന് എന്താ ഈ ഒരു ഓർഗാനിസംസ്, അതായത് സ്റ്റാഫ് ഓറിയസ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ മാനിറ്റോളിനെ ഫെർമെന്റ് ചെയ്തിട്ട് ഒരു യെല്ലോ കളറിലേക്ക് വരുന്നുണ്ട്. സോ ഇതിന്റെ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഈ യെല്ലോ കളറിലുള്ളത് സ്റ്റാഫ് ഓറിയസിനെ, ഇത് സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് മാനിറ്റോൾ സോൾട്ടകൾ. ഇതാണ് കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. അപ്പം കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കൾച്ചറിങ് നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്നത് നമ്മുടെ ബാക്ടീരിയയെ ഐസോലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. അപ്പൊ പല മീഡിയത്തിലുള്ള ഇതിന്റെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. ന്യൂട്രിയന്റ് അകറിലാണെങ്കിൽ ഗോൾഡൻ യെല്ലോ കളർ കോളനീസ് ആണ്. ബ്ലഡ് അകറിലാണെങ്കിൽ ഗോൾഡൻ യെല്ലോ കളർ കോളനീസിന്റെ ചുറ്റുമായിട്ട് നമുക്കൊരു ബീറ്റ ഹീമോലൈസിസ് കാണാൻ സാധിക്കും. ആൻഡ് മക്കോൺകി അഗറിന്റെ കേസസിലേക്ക് വരുമ്പോഴത്തേന് സ്മോൾ കോളനീസ് ദാൻ ദോസ് ഓഫ് ന്യൂട്രിയന്റ് അഗർ. ന്യൂട്രിയന്റ് അഗറിലുള്ള കോളനീസിനേക്കാളും ചെറിയ കോളനീസ് ആയിരിക്കും. പക്ഷെ ഇത് ലാക്ടോസ് ഫെർമെന്റിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, പിങ്ക് കളേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ മാനിറ്റോൾ സോൾട്ട് അഗർ എന്താണ്, നമ്മുടെ സ്റ്റഫൈലോകോക്കസിന്റെ കേസസിൽ അതിന്റെ സെലക്റ്റീവ് മീഡിയം ആണ് മാനിറ്റോൾ സോൾട്ട് അഗർ എന്ന് പറയുന്നത്. അപ്പൊ മാനിറ്റോൾ സോൾട്ട് അഗർ സ്റ്റാഫ് ഓറിയസിന്റെ കേസിൽ സെലക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ, അത് കൂടാണ്ട് ഒരു മീഡിയം കൂടി നമ്മൾ പറയുന്നുണ്ട്, ലുട്ലാംസ് മീഡിയം എന്ന് പറയുന്നതാണ്. സോ സ്റ്റാഫ് ഓറിയസ് MSAയിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? മാനിറ്റോൾ സോൾട്ട് അഗറിൽ സ്റ്റാഫ് ഓറിയസ് ഒരു യെല്ലോ കളേഴ്സ് ആയിട്ടുള്ള കോളനീസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ബയോകെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോഴത്തേന് കാറ്റലൈസ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്. കാറ്റലൈസ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ, ഒരു ക്ലീൻ സ്ലൈഡ് എടുത്തിട്ട് നമ്മുടെ ഒരു ലൂപ്പ് ഫുൾ ഓഫ് ഇനോക്കുലം എടുത്ത് ജസ്റ്റ് ആ സ്ലൈഡിൽ വെക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ടീരിയ കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വാട്ടറും ഓക്സിജനുമാക്കി മാറ്റുന്നു. H2O2നെ H2O2 ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ബബിൾസ് ഓക്സിജൻ ആക്കി മാറ്റുന്നതിന്റെ റിസൾട്ട് ആയിട്ട് അവിടെ ബബിൾസ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് കാറ്റലൈസ് പോസിറ്റീവ് ആണ്. ഇനി ഈ ഓർഗാനിസം എന്താണ്, ഓക്സിഡൈസ് നെഗറ്റീവ് ആണ്. പക്ഷെ ഗ്ലൂക്കോസ്, ലാക്ടോസ്, മാൾട്ടോസ്, സുക്രോസ്, മാനിറ്റോൾ ഇതിനെയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഷുഗേഴ്സിനെ എല്ലാം ഫെർമെന്റ് ചെയ്യുന്നുണ്ട്. ഫെർമെന്റ് ചെയ്യാൻ മീൻസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഗ്യാസ് പ്രൊഡക്ഷൻ ഇല്ല. മാനിറ്റോൾ ഫെർമെന്റേഷൻ ക്യാരീസ് ഡയഗ്നോസിസ് സിഗ്നിഫിക്കൻസ്. ഇനി ഇതിന്റെ ബയോകെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോഴത്തേന് ഇൻഡോൾ ടെസ്റ്റ് നെഗറ്റീവ് ആണ്. ഓക്കെ, അതായത് ഇൻഡോൾ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പെർട്ടിക്കുലർ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ ട്രിപ്റ്റോഫാനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മീഡിയയിലെ ഇൻഡോളിനെ പൈറൂവിക് ട്രിപ്റ്റോഫാനെ കൺവേർട്ട് ചെയ്തിട്ട് അത് എന്താക്കി മാറ്റുന്നു, ഇൻഡോൾ ആക്കി മാറ്റുന്നു. അപ്പൊ അങ്ങനെ മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ എന്താണ് ചെയ്യുന്നത്, ഇൻഡോൾ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് തരുന്നത്. വരുന്നത്. അപ്പൊ ഇൻഡോൾ ടെസ്റ്റിന്റെ കേസസിൽ ഇവിടെ എന്താണ്, നെഗറ്റീവ് റിസൾട്ട് ആണ് വരുന്നത്. ഇനി MR ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മിഥൈൽ റെഡ് ടെസ്റ്റിനെയാണ് നമ്മൾ MR ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡോൾ ടെസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മീഡിയത്തിലുള്ള ട്രിപ്റ്റോഫാനെ നമ്മുടെ ബാക്ടീരിയ ട്രിപ്റ്റോഫാനേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ട്രിപ്റ്റോഫാൻ കൺവേർട്ടഡ് ടു ഇൻഡോൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ട്യൂബില് ഒരു റെഡ് കളറിൽ റിങ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. അതാണ് ഇൻഡോൾ ടെസ്റ്റ് അത് വരുന്നത്. ഞാൻ ഈ ബയോകെമിക്കൽ ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഇതിന്റെ റിസൾട്ട് മാത്രം പറയുകയാണ് ചെയ്യുന്നത്. ഇനി MR ടെസ്റ്റിന്റെ കേസിൽ പോസിറ്റീവ് ആണ്. വോഗസ് പ്രോസ്കർ ദാറ്റ് ഈസ് VP ടെസ്റ്റ് പോസിറ്റീവ് ആണ്. യൂറിയസ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ഹൈഡ്രലൈസ് ജെലാറ്റിൻ, നൈട്രേറ്റിനെ റെഡ്യൂസ് ചെയ്ത് നൈട്രേറ്റ് ആക്കുന്നു. ഫോസ്ഫറ്റേസ് ടെസ്റ്റ്, DNA ടെസ്റ്റ് ഇതെല്ലാം പോസിറ്റീവ് ആണ്. പക്ഷേ നമ്മൾ സ്റ്റാഫിലോകോക്കസ് ഓറിയസിന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് കൊയാഗുലേസ് ടെസ്റ്റ് ആണ്. സോ കൊയാഗുലേസ് ടെസ്റ്റും ഇത് പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നു. കൊയാഗുലേസ് ടെസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ട്യൂബ് കൊയാഗുലേസ് ടെസ്റ്റും ഉണ്ട്, സ്ലൈഡ് കൊയാഗുലേസ് ടെസ്റ്റും ഉണ്ട്. ട്യൂബ് കൊയാഗുലേസ് ടെസ്റ്റും ഉണ്ട്, സ്ലൈഡ് കൊയാഗുലേസ് ടെസ്റ്റും ഉണ്ട്. ട്യൂബ് കൊയാഗുലേസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ക്ലീൻ സ്ലൈഡ് എടുക്കുക, അതിലൊരു ഡ്രോപ്പ് സലൈൻ ആഡ് ചെയ്യുക, ദെൻ നമ്മുടെ ഓർഗാനിസംസിനെ ഒരു ലൂപ്പ് ഫുൾ ഓഫ് ഓർഗാനിസം അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന്
ഇനോക്കുലേറ്റ് ചെയ്തിട്ട് പ്ലാസ്മ ആഡ് ചെയ്യുന്ന ടൈമിൽ അവിടെ ക്ലംപിംഗ് റിയാക്ഷൻ കാണിക്കുകയാണെങ്കിൽ സ്ലൈഡ് കൊയാഗുലേഷൻ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. അത് ക്ലംപിംഗ് ഫാക്ടർ, അതായത് ക്ലംപിംഗ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് റിസൾട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഫ്രീ കൊയാഗുലേസ് അല്ലെ ട്യൂബ് കൊയാഗുലേസ് ടെസ്റ്റ് ചെയ്യാം. അവിടെ ഫ്രീ കൊയാഗുലേസിന്റെ പ്രസൻസ് ആണ് ട്യൂബ് കൊയാഗുലേസ് ടെസ്റ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ട്യൂബിൽ നമ്മൾ ഹ്യൂമൻ പ്ലാസ്മ എടുക്കുന്നു, അതിലേക്ക് ഓവർനൈറ്റ് നമ്മൾ കൾച്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ടെസ്റ്റ് ഓർഗാനിസം ആഡ് ചെയ്യുന്നു. അപ്പൊ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുന്നു. ആഫ്റ്റർ ഇൻക്യുബേഷൻ നമ്മൾ ആ ട്യൂബ് ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, അത് ക്ലോട്ട് ചെയ്തിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതെന്താണ് പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, സ്റ്റഫൈലോകോക്കസിന്റെ കേസസിൽ അതിന്റെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ they remain viable for 3 to 6 months isolated from dried pus after 2 to 3 months. അതായത് ഒരു പസ് ഡ്രൈ ആയി ഒരു 2 to 3 months ആയിട്ടുള്ള ഒരു പസ്സിൽ നമുക്ക് ഈ ഓർഗാനിസംസിനെ ഐസൊലേറ്റ് ചെയ്യാത്താൽ അതൊരു 3 to 6 months വയബിൾ ആയിട്ടിരിക്കും. അതുപോലെ 16 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ 30 മിനിറ്റ് ഹീറ്റ് ചെയ്താലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സർവൈവ് ചെയ്യാറുണ്ട്. സം റിക്വയർ ഹീറ്റിംഗ് അറ്റ് 18 ഡിഗ്രി സെൽഷ്യസ്. അപ്പം മോസ്റ്റ് ഓഫ് ദി സ്ട്രെയിനെ നമ്മൾ ഒരു 18 ഡിഗ്രി സെൽഷ്യസ് 1 hour ഹീറ്റ് ചെയ്താൽ മാത്രമേ അത് ഡെഡ് ആവത്തുള്ളൂ. ദെൻ ഹീറ്റ് റെസിസ്റ്റന്റ് സ്ട്രെയിൻ ക്യാൻ ഗ്രോ അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെയിൻസ് ഒക്കെ എന്താണ്, ഹൈ ടെമ്പറേച്ചറിൽ പോലും ഗ്രോ ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റഫൈലോകോക്കസിന്റെ ഇൻഫെക്ഷൻസ് പതോജെൻസിസിലേക്ക് വരുമ്പോഴത്തേന് അത് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഇൻഫെക്ഷൻസ് ആണ് കോസ് ചെയ്യുന്നത്. ഒന്ന് ലോക്കലൈസ്ഡ് ഓർ ഡിസിമിനേറ്റഡ് ഇൻഫെക്ഷൻസ്. Staphylococcus aureus gain access to damaged skin, mucosal or tissue or sites colonized by othering to cells or extracellular matrix, evade the host defense mechanisms, multiplies and cause tissue damage. അതായത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഇപ്പൊ എന്റെ സ്കിന്നിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു മുറിവ് വന്നു, അപ്പൊ ആ മുറിവിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാഫ് ഓറിയസ് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ളിൽ എൻറ്റർ ചെയ്തിട്ട് അവിടെ പോയി സെൽസുമായിട്ട് ഇത് അദർ ചെയ്യുന്നു. അങ്ങനെ എന്റെ ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് ഇത് പോയി അഫക്ട് ചെയ്തിട്ട് ഈ ബാക്ടീരിയ എന്റെ ബോഡിയിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ ഡാമേജസ് കോസ് ചെയ്യുന്നത്. അപ്പം ഏത് ഇൻഫെക്ഷൻ സൈറ്റിലാണ് കൂടിയാണ് എൻറ്റർ ചെയ്ത് അവിടെ തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അദർ ചെയ്ത് അവിടുത്തെ തന്നെ ടിഷ്യൂസിൽ പോയി അദർ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ ഡാമേജസ് കോസ് ചെയ്യുന്നു. അതാണ് ലോക്കലൈസ്ഡ് ആയിട്ടാണ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. സോ പതോജെൻസസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് 2 ടൈപ്പിലുള്ള ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻസും 2 ടോക്സിൻ മീഡിയേറ്റഡ് ഇൻഫെക്ഷൻസ്. Localized infections. Staphylococcus infections are among the most common bacterial infection and range from mild to fatal. They are characteristically localized pyogenic infection. അപ്പം സ്റ്റഫൈലോകോക്കൽ ഇൻഫെക്ഷൻ അകത്ത് സ്കിൻ ഇൻഫെക്ഷൻ മെയിൻ ആയിട്ട് വരുന്നത് ലോക്കലൈസ്ഡ് ആയിട്ടായിരിക്കും, അതും പയോജനിക് ആണ്. പയോജനിക് മീൻസ് പസ് ഫോമിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഗെയിൻ ആക്സസ് ടു ഡാമേജ്ഡ് സ്കിൻ. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡാമേജ്ഡ് സ്കിന്നിൽ കൂടി നമ്മുടെ ബോഡിക്ക് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാണ്. മ്യൂക്കോസ വഴി ടിഷ്യൂ സൈറ്റ്സ് വഴി ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തിട്ട് നമ്മുടെ സെൽസുമായിട്ട് പോയി അദർ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് ഇത് ഇവേഡ് ചെയ്ത് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിസീസ് കോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, 2 ടൈപ്പ് ഇൻഫെക്ഷൻസ് സ്റ്റാഫ് കോസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ. ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഏത് സൈറ്റിലാണോ ഒരു വൂണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുള്ള ആ സൈറ്റിൽ കൂടി ബാക്ടീരിയ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തിട്ട് സെൽസിൽ പോയി അദർ ചെയ്തിട്ട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് ഇവേഡ് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് ആ ബാക്ടീരിയ ഫേർദർ ആയിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന ഇൻഫെക്ഷൻസ് മെജോറിറ്റിയും പസ് ഫോമിംഗ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആയിരിക്കും. ദെൻ ടോക്സിൻ മീഡിയേറ്റഡ് ഇൻഫെക്ഷൻസ്. ടോക്സിൻ മീഡിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് പോയിസണിംഗ് ആണ്. സം കേസസ് ഓഫ് ഫുഡ് പോയിസണിംഗ് ആൻഡ് ആന്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയേറിയ ആർ കോസ്ഡ് ബൈ എൻഡറോടോക്സിൻ ഫോമിംഗ് സ്റ്റഫൈലോകോക്കെ. അപ്പം ടോക്സിൻ മീഡിയേറ്റഡ് ഇൻഫെക്ഷനിൽ മെയിൻ ആയിട്ടും ഫുഡ് പോയിസണിങ്ങും ചില ആന്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയേറിയൊക്കെയാണ് പറയുന്നത്. ദ ടോക്സിൻ ഓൾസോ എക്സിബിറ്റ്. അപ്പം ഈ ടോക്സിൻസിന് പല എഫക്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ പൈറോജനിക്, ദാറ്റ് മീൻസ് ഇൻഡ്യൂസിങ് ഫീവർ ഇൻഡ്യൂസിങ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഇൻഡ്യൂസിങ് എഫക്റ്റ് ഉണ്ട്. മൈറ്റോസിസ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൈപ്പോടെൻസി, ലോവർ ബ്ലഡ് പ്രഷർ. ദെൻ ത്രോംബോസൈറ്റോപീനിയ, അതായത് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറയുന്നു. ദെൻ സൈറ്റോടോക്സിക് എഫക്റ്റ്, സെൽസിലേക്ക് ടോക്സിക് എഫക്റ്റ് കോസ് ചെയ്യുന്നു. ത്രോംബോസൈറ്റോപീനിക് എന്താണ്,
സൈറ്റോ മീൻസ് സെല്ല്, പീരിക് മീൻസ് കണ്ടീഷൻസ് എന്നൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ കുറവ്, പീനിയ എന്നതുകൊണ്ട് അതാണ് മീൻസ്. അപ്പൊ ത്രോംബോസൈറ്റോപീനിയ മീൻസ് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറയുന്ന കണ്ടീഷൻ ആണ് ത്രോംബോസൈറ്റോപീനിക് എന്ന് പറയുന്നത്. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറഞ്ഞ എന്ത് സംഭവിക്കും? ഇപ്പൊ എന്റെ ബോഡിയിൽ ഒരു വൂണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവ് വന്ന് അവിടുന്ന് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ആ ബ്ലഡ് ക്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഈ പ്ലേറ്റ്ലെറ്റ്സ് വേണം. പക്ഷെ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് അവിടെ കുറയുകയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ത്രോംബോസൈറ്റോപീനിക്കിൽ വരുന്നത്. ദെൻ വിർലൻസ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു സ്റ്റാഫ് ഓറിയസ് ഒരു പതോജനിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ് എന്ന് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ എല്ലാം തന്നെ പറഞ്ഞു വരുന്നുണ്ട്. സോ ഇതിന്റെ പതോജനിക്ക് കാരണമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അത് എങ്ങനെ പതോജൻസിറ്റി കോസ് ചെയ്യുന്ന ആ കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് അതിന്റെ വിർലൻസ് ഫാക്ടേഴ്സ് മാത്രം ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ ഈസ് സെൽ വോൾ അസോസിയേറ്റഡ് ഫാക്ടേഴ്സ് വിച്ച് ഇൻക്ലൂഡ് പോളിസാക്കറൈഡ്, പെപ്റ്റിഡോഗ്ലൈക്കേറ്റ്, ടീക്കോയിക് ആസിഡ്. ദെൻ സെൽ സർഫസ് പ്രോട്ടീൻസ്, അതിൽ വരുന്നതാണ് പ്രോട്ടീൻ എയും ക്ലംബിംഗ് ഫാക്ടറും. ദെൻ എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസ്, അതിൽ വരുന്നതാണ് കൊയാഗുലേസ്, ലിപ്പിഡ് ഹൈഡ്രോലേസ്, ഹൈലറോനിഡേസ്, ന്യൂക്ലിയസ്. ദെൻ ടോക്സിൻസ് ഉണ്ട്. എക്സാമ്പിൾ സൈറ്റോടോക്സിൻ, ആൽഫ ഹീമോലൈസിൻ, ബീറ്റ ഹീമോലൈസിൻ, ഗാമ ഹീമോലൈസിൻ, ഡെൽറ്റ ഹീമോലൈസിൻ, പാന്റോൺ വാലന്റൈൻ ല്യൂക്കോസിഡിൻ. പാന്റോൺ വാലന്റൈൻ ല്യൂക്കോസിഡിൻ ഇത്രയൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള വിർലൻസ് ഫാക്ടേഴ്സ്.